எல்லாம் நீயாகும் கொள்ளை மதினி காலமே போனாலும் பிள்ளை மொழி நீ சிமிட்டும் கண்ண பார்க்க குடுத்து வச்சனாஹோ எனக்கு தந்த வாழ்க்கை உனக்கு மட்டும்தாஹோ துணையின் അയ്യോ ചേട്ടാ ഞാൻ കണ്ടില്ല. കണ്ണാലേ കണ്ണാലേ കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയെന്റെ കണ്ണിൻ പിഞ്ഞാണം മൊട്ടുപോലെ ചിരിച്ചും കൊണ്ടെന്റെ എവിടെ നോക്കിയാ പെണ്ണെ നടക്കുന്നേ? നിന്റെ മുഖത്ത് രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ. സോറി ചേട്ടാ, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സാധനങ്ങൾ പറക്കി തരാം. എനിക്ക് നീ ചീത്തയായ സാധനങ്ങൾ വേണ്ട, എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിത്തരണം. അയ്യോ, എന്റെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ക്യാഷ് ഇല്ല. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ സാധനങ്ങൾ ഇപ്പോ ഈ നിമിഷം കിട്ടണം. തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധനങ്ങൾ പറക്കി തരാന്ന്. ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? താൻ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്റെ സാധനങ്ങൾ എനിക്കിപ്പോ കിട്ടണം. ഞാനൊന്ന് വിളിച്ച ഇവിടെ ഇപ്പൊ പോലീസുകാർ വരും. അവര് വന്ന് തന്നെ ഇടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് പോകും. അയ്യോ മേഡം, അങ്ങനെയൊന്നും ചെയ്യല്ലേ. പക്ഷേ എന്റെ സാധനങ്ങൾ എനിക്കിപ്പോ കിട്ടണം. ഇയാൾ പെണ്ണുകളെയും കാട്ടി കഷ്ടാണല്ലോ. അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, അതൊക്കെ പോട്ടെ. നീ എന്തായാലും നേരത്തെ വന്നേ? അതോ, നിങ്ങൾക്ക് ഇന്ന് ലാസ്റ്റ് പീരീഡ് മാത്സ് ആയിരുന്നു. സോ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നീ നേരത്തെ വന്നു. അത് ശരി, പിന്നെ എന്തിനാ നിന്നെ സ്കൂളിൽ വിടുന്നത്? അയ്യോ, അതൊന്നും നല്ല കാര്യം. ഞാൻ പറയാം. പറയൂ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ പുതിയൊരു മിസ് വന്നു. അമ്മേ, അത് മിസ്സല്ല. പിന്നെ അത് പ്രേതമാണോ? ഓ, ഈ അമ്മ തോക്കിങ്ങനെ വെടിവെക്കല്ലേ. ആ പറയുന്നത് ഫോണെന്ന് പോയില്ലേ? സോറി. പിന്നെ പുതിയൊരു മിസ് വന്നു, അത്രേ ഉള്ളൂ. അത് ശരി, പിന്നെ നീലേ പറഞ്ഞ അത് മിസ്സല്ലായിരുന്നു? ആന്നേ, അത് മിസ്സല്ല, ദേവത മാതിരി. എന്തുവാടി നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, മനുഷ്യനൊന്ന് ചിന്തിക്കാനും പാടില്ലേ? സ്കൂളിൽ ചെല്ലുമ്പം പറയും ചിന്തിച്ചെഴുന്ന്. വീട്ടിൽ വരുമ്പം എന്തുവാടി ചിന്തിക്കുന്നത്? ഇത് എന്ത് ജീവിതം ഇത്? ഇവക്ക് എന്തു പറ്റി? നീ വന്നോ? നീ എന്താ ഇത്ര താമസിച്ചത്? അതൊക്കെ പോട്ടെ, നീ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടോ? പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതെന്താടാ ഇത്ര വെള്ളം? പുറത്ത് മഴയില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ നനഞ്ഞു? അത് നനഞ്ഞ സഞ്ചിയായിരുന്നു. രക്ഷപ്പെട്ടു. തന്നോട് ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ ഞാൻ പറക്കി തരാന്ന്? അപ്പോ തനിക്കത് വേണ്ട, പുതിയ സാധനങ്ങളേ വേണ്ടു. തന്നോട് ആര് പറഞ്ഞു വെറുതെ നിന്ന് എന്നെ വന്ന് തട്ടാൻ? താൻ തട്ടിയിലായിരുന്നു ഞാൻ ആ വഴിക്ക് അങ്ങ് പോയാനെ. അപ്പോ താനാണ് ഇതിനെ കുഴപ്പത്തിനെല്ലാം കാരണം. എന്നെ ഇടി താൻ എന്നൊന്നും വിളിക്കണ്ട. എനിക്ക് ഒരു പേരുണ്ട്, രാധിക കൃഷ്ണൻ. ഓ, ഒരു രാധിക വന്നിരിക്കുന്നു. നിനക്കാരായി രാധിക എന്ന് പേരിട്ടത്? മറ്റ് രാധികമാരെയും കൂടെ പറയിക്കാൻ? എന്റെ പൊന്നു ദൈവമേ, നീ ഇങ്ങനെയുള്ള രാധികമാരെ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചല്ലോ. എന്നെ ഒന്നും ചെയ്യണ്ട, എനിക്ക് പുതിയ സാധനങ്ങൾ തരണം, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കഴുകിയെങ്കിലും തരണം. അത് പറയാൻ രാധിക സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ഓ, ഇയാള് പറക്കടോ സാധനങ്ങൾ.
ഇല്ല. രാധിക തട്ടിയിട്ട സാധനങ്ങൾ രാധിക തന്നെ പറക്കി രാധികയുടെ കൈ കൊണ്ട് തന്നെ കഴുകി രാധിക തന്നെ സഞ്ചിയിലാക്കി തരണം. പിന്നെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? രാധിക ആദ്യം സാധനങ്ങൾ കഴുകി സഞ്ചിയിലാക്കി താ, അപ്പോ ഞാൻ ജീവിക്കാൻ വിടാം. ദാ തന്റെ സാധനങ്ങൾ കഴുകി സഞ്ചിയിലാക്കി തന്നിട്ടുണ്ട്. താങ്ക്സ്. തന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ പേരും കൂടെ ഞാൻ വെളിപ്പെടുത്താം. അയ്യോ വേണ്ടായേ, തന്റെ പേര് കേൾക്കണമെന്നേ എനിക്ക് ഒട്ടും താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ വേണ്ട, പിന്നെ ഒരിക്കലാവാം. എന്തോന്ന്? ഇനി മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത് തന്നെ. മുന്നേ കൂടെ വരില്ല, സൈഡിൽ കൂടെ എനിക്ക് പോവാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ട്, മുൻപിൽ കൂടെ സൈഡിൽ കൂടെയും പോവണ്ട. പറച്ചില് കേട്ടാ തോന്നുന്നു അപ്പന്റെ സ്വത്തായി റോഡാണ്. എന്തുവാടോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? കൊണ്ട് പോടോ സാധനങ്ങള്. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. മുമ്പിൽ കൂടെയും സൈഡിൽ കൂടെയും പോവരുത്, ബാക്കിൽ കൂടെ പോകാലോ. എന്ത് പറ്റിയേട്ടാ? എന്താ ഇങ്ങനെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? നീ ഒന്ന് പോയേ, നിനക്ക് നാളെ സ്കൂളിൽ പോണ്ടേ? പോയി കിടന്ന് ഇറങ്ങി. ഓ, ഇപ്പൊ എനിക്കായ കുറ്റം. ഇങ്ങനെ വിജൃംഭിച്ചിരിക്കുന്നോണ്ട് ചോദിച്ചതാ. പോ മോള് പോയി കിടന്ന് ഉറങ്ങ്. ഒന്ന് പോയേ, ഞാൻ കുറച്ചും കൂടെ ഉറങ്ങട്ടെ. എനിക്കത് കോളേജിൽ പോണ്ടേടാ. പഠിക്കത്തില്ല, കുളിക്കത്തില്ല. ഓ, ഈ അമ്മ അവള് പോയോ? അവളെന്നോ? നിന്നെങ്ങാട്ട് 3 വയസ്സിന് മൂത്തതല്ലേടാ അവള്. 3 വയസ്സല്ലേ, 30 വയസ്സൊന്നും അല്ലല്ലോ. നിന്നെയൊക്കെ കൊണ്ട് എന്റെ തലവിധി. ഇനി മോൻ കിടന്നുറങ്ങാതെ എഴുന്നേക്ക്, പോയി പല്ല് തേക്ക്. രാവിലെ കുളിയൊന്നും ഇല്ലാത്തോണ്ട് അത്രയും വെള്ളം ടാങ്കി കിടക്കും. ഈ അമ്മ രാവിലെ തന്നെ വരും മനുഷ്യനെ മെനക്കെടുത്താൻ. നിങ്ങൾ എല്ലാവരും വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ? എനിക്കറിയില്ല. നീ പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ, സമയം ഇപ്പൊ 9 ആയി. എന്റെ ദൈവമേ, 9 മണിയോ? മിണ്ടരുത് നീ. കുറച്ചുകൂടെ കിടന്നുറങ്ങും, എന്നിട്ടൊരു 12 മണിയാകുമ്പോ എണ്ണീക്ക്. എന്നിട്ട് കോളേജിലോട്ട് പോ. എന്നിട്ട് പറ ഇപ്പഴാ നേരം എടുത്തേന്ന്. അയ്യോ, ഈ അമ്മയ്ക്ക് രാവിലെ അടുക്കള ജോലിയൊന്നും ഇല്ലേ? നീ ഇതുവരെ എഴുന്നേറ്റില്ലേടാ? അച്ഛാ, ഞാൻ എപ്പോഴേ എഴുന്നേറ്റു.